എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ മിന്നാണെങ്കിൽ ജിയോണിനെ പ്രപ്പോസ് ചെയ്യുന്ന കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ ജിയോൺ വിചാരിക്കും എനിക്ക് എങ്ങനെയെങ്കിലും സുമിൻ്റെ മനസ്സിൽ ജലസി കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ, എന്നാൽ മാത്രമല്ലേ അവള് മിന്നിനെ സ്വന്തമാക്കണമെന്ന് വിചാരിക്കും. ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ നമ്മുടെ ജിയോൺ ആണെങ്കിൽ മിന്നിൻ്റെ അടുത്ത് ഓക്കെ പറയും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ ഒത്തുകൂടി ഇരുന്ന് ഡിന്നർ കഴിക്കാനിരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ യൂന പറയും, മിന്ന് എന്നാലും നിങ്ങൾ ഇത്ര ഗ്രാൻഡായിട്ട് പ്രപ്പോസ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മിന്നിനെ സംബന്ധിച്ചും വലിയൊരു ആശ്ചര്യമായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ജിയോണിനെ എങ്ങനെ ലോ പഠിച്ചിട്ടില്ല പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ ജയ വരും. അവനാണെങ്കിൽ നമ്മളുടെ ഈ ജിയോണിൻ്റെ ബർത്ത്ഡേ നല്ല സൂപ്പർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ നമ്മുടെ ജയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയത്. നമ്മുടെ മിന്നിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയോണാണെങ്കിൽ അവിടെയായിട്ട് ഒരു പുഴയുണ്ട്, അതിൻ്റെ തീരത്തായിട്ട് നിൽക്കുന്നേ നമ്മുടെ സുമിൻ അവിടേക്ക് വരും. എന്നിട്ട് അവൾ വന്നിട്ട് ചോദിക്കും, അല്ല ജിയോൺ, നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എന്താ എൻ്റെ അടുത്ത് ഇത്രയ്ക്കും വലിയ ദേഷ്യം? ഞാൻ നിന്നോട് എന്ത് കുറ്റം ചെയ്തിട്ടാ? അപ്പോൾ നമ്മുടെ ജിയോൺ ആണെങ്കിൽ കേൾക്കുന്നേയും പറയും, ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല, നമുക്കിടയിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബ്രേക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നേ സുമിൻ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് അവൾ പറയും, നിനക്കറിയാവോ നീ ഇല്ലെങ്കിൽ എനിക്ക് ഒട്ടും ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ മരിച്ചു പോകും, നിനക്ക് നന്നായിട്ടറിയാം എനിക്ക് സ്വിം ചെയ്യാൻ അറിയത്തില്ല എന്ന്, ഞാൻ എൻ്റെ ജീവൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സുമിനാണെങ്കിൽ ജിയോണിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആ പുഴയിലായിട്ട് എടുത്തങ്ങ് ചാടും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മളുടെ ജിയോൺ ഭയങ്കര ഷോക്കായി പോവും. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല. ഈ സുമിനും എടുത്ത് വെള്ളത്തിലും ചാടി. ഇവൾ അങ്ങനെ വേഗം തന്നെ നമ്മുടെ സുമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിലായിട്ട് എടുത്തങ്ങ് ചാടും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സുമിനാണെങ്കിൽ നീന്തലൊക്കെ അറിയാം. അവളാണെങ്കിൽ ജിയോൺ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവൾ നമ്മുടെ ജിയോണിനെ കാണുന്നേയും അവളുടെ കൈ പിടിച്ചങ്ങ് താക്കും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ജിയോണിനെ നോക്കി വില്ലത്തിമാരെ പോലെ ചിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജയ്ക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ ജിയോണിനെ കാണാൻ ആ പുഴയുടെ തീരത്തായിട്ട് ഓടിച്ചെല്ലും. അവൻ കറക്റ്റ് സമയത്ത് എത്തുന്നതും നമ്മളുടെ ഈ സുമിനെയും അതേപോലെ തന്നെ ജിയോണിനെയും രക്ഷിക്കാൻ പറ്റും. അവനെ മനസ്സിലാവത്തില്ല ഇവിടെ എന്തുവാ സംഭവിച്ചേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയോണാണെങ്കിൽ ജയിലെടുത്ത് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നതാണ്. അവൾ പറയും, സത്യത്തിൽ എനിക്ക് നന്നായിട്ട് അറിയാം സുമിനാണെങ്കിൽ എന്ത് മോശമായിട്ടുള്ളൊരു പെൺകുട്ടിയായെന്ന്, എങ്കിലും അവൾ ഇത്രയും എക്സ്ട്രീം ലെവലിൽ പോകുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ഞാൻ അവളുടെ ഇങ്ങനൊരു ഫേസ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ് അവൾ ഭയങ്കര പേടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ജയ പറയും, നീ ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല ഇനി ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന്. നമുക്ക് ഓൾറെഡി നടന്ന ഫ്യൂച്ചർ അറിയാം, അതിനെ ചേഞ്ച് ആക്കാൻ നോക്കുമ്പോൾ ഇനി ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നമ്മുടെ മുമ്പിലായിട്ട് വരും. അപ്പോൾ നമ്മുടെ ജിയോൺ പറയും, ഇനി അവൾ എന്തെല്ലാം കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം, എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ജയ പറയും, നീ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ യൂന കയറി വരും. യൂനനെ കാണുന്ന രണ്ടെണ്ണം അവളുടെ കണ്ണിൽ പെടണ്ടെന്ന് വെച്ചിട്ട് അവിടേക്ക് മാറി നിൽക്കും. എന്നാൽ രണ്ടുപേരും നല്ല ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും കൂടി ഒരു ബോട്ടിലായിട്ട് ട്രാവൽ ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജയ പറയും, നീ ഒന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട, ഓൾറെഡി നമുക്കറിയാമല്ലോ സുമിന് എന്ത് മോശപ്പെട്ട ക്യാരക്ടറായെന്ന്. അപ്പോൾ പിന്നെ അവൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. നമുക്കാണെങ്കിൽ ഇനി ഫ്യൂച്ചറിലുള്ള ചെറിയ ചെറിയ ചേഞ്ചസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കാം. അതിനകത്ത് വരുന്ന ഒബ്സ്റ്റക്കിൾസും നമ്മൾ നേരിട്ടല്ലേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജയ പറയും, നിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, നമുക്ക് ആ ബർത്ത്ഡേനെ നല്ലതുപോലെ സ്പെഷ്യൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് ഇരുന്ന് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജിയോൺ ആണെങ്കിൽ ഓഫീസിൽ വരുന്നതാണ്. ഓഫീസിൽ അവൾ എല്ലാവരുടെയും മുമ്പിലായിട്ട് അവളുടെ റിങ് ഇങ്ങനെ ഭയങ്കര എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ കൈ കാണിക്കും. എല്ലാവരും ചോദിക്കും, അയ്യോ മിന്ന് നിന്നെ പ്രപ്പോസ് ചെയ്തോ എന്ന്. എല്ലാവരുടെയും സംസാരവും ഇപ്പം അത് തന്നെയാണ്. അതേസമയം തന്നെ എല്ലാവരും കൂടി ലിഫ്റ്റിലായിട്ട് കയറും. അവിടെയായിട്ട് നമ്മുടെ ജയും ഉണ്ടായിരുന്നു. ജയും ജിയോണും കൂടി ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവർ രണ്ടിനോട് ടെറസിൻ്റെ മുകളിലായിട്ട് വന്നെന്ന് സംസാരിക്കുന്ന. അവിടെ നമ്മുടെ ജയ് ചോദിക്കും, അല്ല നീ ആണെങ്കിൽ ഇപ്പം എന്താ ഇങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത്? ഞാൻ വിചാരിച്ചത് നീ ഓഫീസിൽ ആരടുത്തും മിന്നു നിന്നെ പ്രപ്പോസ് ചെയ്ത കാര്യം പറയത്തില്ല എന്നാ, എന്നിട്ട് നീ ഇപ്പം എന്തിനാ എല്ലാവരും റിവീൽ ചെയ്തത്? സത്യം പറഞ്ഞാൽ നമ്മുടെ ജയിക്കാണെങ്കിൽ നല്ലതുപോലെ ജലസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിയോൺ പറയും, അതെന്താണെന്നറിയാവോ, ഇവൻ എന്തായിരുന്നാലും എന്നെ ഇത്ര കാര്യമായിട്ട് പ്രപ്പോസ് ചെയ്തല്ലേ, ഇവൻ്റെ അടുത്ത് ഒരാഴ്ച മാത്രമേ ഞാൻ മിണ്ടത്തുള്ളൂ, ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവരെ മൈൻഡ് പോലും ചെയ്യത്തില്ല, അപ്പോൾ ഞാൻ എല്ലാവരും റിവീലാകും, അതായത് ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന്, അപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ നമ്മുടെ ജിയോൺ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ പറയും, അയ്യോ എനിക്ക് അന്ന് ഉണ്ടാവാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഡ്യൂട്ടിയുടെ കാര്യമായിട്ട് പുറത്തൊരു രാജ്യത്ത് പോവേണ്ട ആവശ്യമുണ്ട്, നീ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്താൽ മതി, എന്തായിരുന്നാലും നിൻ്റെ എന്ത് കാര്യത്തിൻ്റെ സപ്പോർട്ടിനും ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ നമ്മുടെ ജയ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മിന്നാണെങ്കിൽ ഓഫീസിലായിട്ട് വരുന്നേ. അവിടെ നമ്മുടെ സുമിൻ ഇരിക്കുന്നതാണ്. അവിടെ ചുറ്റിനുമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ മിന്ന് വന്നിട്ട് അവിടെ അടുത്ത് പറയും, ഈ ആഴ്ച എനിക്ക് നിന്നെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ഒരു കുക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകണം, അതുകൊണ്ട് തന്നെ നീ ഇത്
അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇവൻ ഇത് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ സുമിൻ്റെ അടുത്ത് നല്ല ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് കുറച്ച് സ്റ്റാഫുകൾ വരും. ഇവരെ കാണുന്നേ നമ്മുടെ മിന്ന് വേഗം തന്നെ അവിടെ നിന്നങ്ങ് മാറും. അവിടേക്ക് വന്നിരിക്കുന്ന നമ്മുടെ യൂനയും അതേപോലെ തന്നെ മിസ് യാങ്ങും ആണ്. അപ്പൊ നമ്മുടെ യൂന പറയും, മിൻ നിങ്ങൾ എന്തായിരുന്നാലും ഇത്ര ഗ്രാൻഡ് ആയിട്ട് ജിയോണിനെ പ്രപ്പോസ് ചെയ്തല്ലേ, അപ്പൊ പിന്നെ എപ്പോഴാണ് ഒരു ഫാമിലി ഡിന്നർ അറേഞ്ച് ചെയ്യുന്നത്? ഇതും കേട്ടോണ്ട് നമ്മളുടെ ജിയോണും വരും. അപ്പൊ അവള് പറയും, അതെ ഞാനും അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എനിക്ക് വേണ്ടിയിട്ട് മിൻ ഇത്രയും വലിയ ഗ്രാൻഡ് പ്രപ്പോസലൊക്കെ ചെയ്ത സ്ഥിതിക്ക് അപ്പോൾ പിന്നെ ഒരു ഫാമിലി ഡിന്നർ എന്ന് പറയുമ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര വലുതായിരിക്കും. അവൻ എനിക്ക് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു തരാമെന്നാണ് ഓഫർ ചെയ്തേക്കുന്നത് എന്നൊക്കെ അവൾ ഭയങ്കര ഗെറ്റപ്പിൽ പറയാൻ തുടങ്ങും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിനൊന്നും മനസ്സിലാവത്തില്ല. അവൻ്റെ കിളി പോകും കേൾക്കുന്നേ. അവൻ്റെ കയ്യിൽ ഓൾറെഡി ക്യാഷ് ഇല്ല. അപ്പോഴാണ് നമ്മുടെ ജിയോൺ ആണെങ്കിൽ അടുത്ത ക്യാഷ് ചിലവാക്കുന്നതിനെ പറ്റി പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്നേ മിന്നിങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജിയോൺ അവളുടെ വീട്ടിൽ നിൽക്കുന്നതും അവിടെയായിട്ട് സുമിൻ വരുന്നതാണ്. സുമിനാണെങ്കിൽ ജിയോൻ്റെ അടുത്ത് പറയാം, അതെ നീ എന്നോട് ക്ഷമിക്കണം, നീ എന്നോട് മിണ്ടാതിരുന്നിട്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിനക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്, നിൻ്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ, അതിൻ്റെ ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുമിനാണെങ്കിൽ ജിയോന് ഒരു റെഡ് കളറിലെ ഹീൽസ് വാങ്ങിച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം മുമ്പ് നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ജിയോൺ വിചാരിക്കും, ഓ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെഡ് ഹീൽസ് തന്നെ എനിക്ക് അവൾ സമ്മാനമായിട്ട് തന്നല്ലേ. എന്നിട്ട് നമ്മളുടെ ഈ സുമിനാണെങ്കിൽ ജിയോൻ്റെ അടുത്ത് പറയും, അതെ ഞാൻ വേറൊരു ഗിഫ്റ്റ് നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കുക്കിംഗ് ക്ലാസ്സിന് പോവാം. നിനക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും അത് അറ്റൻഡ് ചെയ്യാന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയോൺ പഴയ ഒരു കാര്യം ആലോചിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം മുമ്പ് നടന്നിട്ടില്ല. നമ്മുടെ സുമിനിപ്പോൾ നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നുണ്ട്. സത്യത്തിൽ നമ്മളുടെ ജിയോണിന് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. മിന്നിനെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവൻ്റെ അമ്മയും അതേപോലെ തന്നെ ജിയോണും തമ്മിൽ മെയിൻ അടിയാവാനുള്ള റീസണെ കുക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ ജിയോൺ വിചാരിക്കും, എന്തായിരുന്നാലും ഇത് നല്ലൊരു അവസരമാണ്, കുക്കിംഗ് പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരോടി കുക്കിംഗ് ക്ലാസ്സിന് പോകാനായിട്ട് ഒരുങ്ങും. സത്യം പറഞ്ഞാൽ ഇവർ കുക്കിംഗ് ക്ലാസ്സിന് വന്ന് കയറുന്നേ നമ്മുടെ ജിയോൺ ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ആളിനെ കണ്ട് ഭയങ്കര ഷോക്കായി പോകും. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിന്നിൻ്റെ അമ്മ തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സുമിനാണെങ്കിൽ ഇപ്പോൾ ജിയോണിനെയും കൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്ന തന്നെ ജിയോണിനെ നല്ലതുപോലെ കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ മിന്നിൻ്റെ അമ്മയുടെ മുമ്പിൽ ഇവിടെ നല്ലതുപോലെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജിയോൺ ഇത് കാണുന്നേയും നമുക്ക് കാര്യം മനസ്സിലാവും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജിയോണിൻ്റെ കുക്കിംഗ് സ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ഇമ്പ്രൂവ് ആയായിരുന്നു. അവളാണെങ്കിൽ മിന്നിൻ്റെ അമ്മയെടുത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. യഥാർത്ഥത്തിൽ നമ്മളുടെ ജിയോണിനാണെങ്കിൽ മിന്നിൻ്റെ അമ്മേനെ ഇമ്പ്രസ് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹവും ഇല്ല. കാര്യം അവൾ പ്ലാൻ ചെയ്യുന്നതേ ഇല്ലല്ലോ അവനെ കല്യാണം കഴിക്കണോ എന്ന്. അങ്ങനെ ഇവരിങ്ങനെ കുക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അവിടെ നമ്മുടെ സുമിനാണെങ്കിൽ പഠിച്ച വേണ്ടി 18 നോക്കും മിന്നിൻ്റെ അമ്മേനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടെ ഓഫീസിലായിട്ട് മിസ് യാങ്ങിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഇന്നാണെങ്കിൽ വീക്കെൻഡാണ്, എങ്കിലും അവർ ലീവ് എടുക്കാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അവരുടെ മോളാണെങ്കിൽ വിളിച്ചിട്ട് പറയും, അമ്മ എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, അച്ഛൻ എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കി തന്നില്ല എന്ന്. ഇത് കേൾക്കുന്നേ മിസ് യാങ് ഭയങ്കര ടെൻഷനാവും. വേഗം തന്നെ അവരാണെങ്കിൽ ഹാഫ് ഡേ എടുത്തിട്ട് അവിടെ ഓഫീസിൽ നിന്ന് അങ്ങ് ഇറങ്ങും. അങ്ങനെ ഒരു കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നടുക്ക് വെച്ചിട്ട് നല്ല ഒരു ട്രാഫിക്കിൽ പെട്ടു. അവർക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് മോളുടെ അടുത്ത് എത്തിക്കോളാൻ വയ്യായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ മിസ്റ്റർ ലീ ആണെങ്കിൽ വണ്ടിയിൽ പോകുന്ന കാണും. അതും 2 വീലറിലാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മിസ് യാങ് ആണെങ്കിൽ ലീയുടെ അടുത്ത് ചോദിക്കും, എനിക്ക് അർജൻറ്റായിട്ട് എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ കുഞ്ഞിനെ വേഗം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, എന്നെ ഒന്ന് വീട്ടിലെത്തിക്കുമോ എന്ന്. അങ്ങനെ നമ്മുടെ മിസ്റ്റർ ലീ ആണ് മിസ് യാങ്ങിനെ അവരുടെ വീട്ടിലായിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ മിസ് യാങ് ഇവരുടെ ഒരു താങ്ക്സ് പോലും പറയാതെ വേഗം തന്നെ അവിടെ നോടി അങ്ങ് പോകും. അങ്ങനെ അവർ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എന്തുവാ, ഇവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവരുടെ മോക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തേക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിസ് യാങ് ആണെങ്കിൽ ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് അടിയിടാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തോ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, കുഞ്ഞിനാണോ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇത് കേൾക്കുന്ന അവളുടെ ഹസ്ബൻഡ് പറയും, നിനക്ക് ഇത്രയ്ക്കും വിഷമമാണെങ്കിൽ നീ തന്നെ ജോലിയും രാജി വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാത്ത എന്താ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ ഇരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അവിടെയായിട്ട് നമ്മുടെ മിസ് യാങ്ങിനില്ലേ പെട്ടെന്ന് തന്നെ വയറ് വേദനിക്കാൻ തുടങ്ങും. എങ്കിലും അവരത് കാര്യമായിട്ട് എടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ജിയോണും അതേപോലെ തന്നെ സുമിനും കൂടി കുക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജിയോൺ നല്ല കിടിലമായിട്ട് ആ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും. അവിടുത്തെ മാസ്റ്റർ വന്നിട്ട് നമ്മുടെ ജിയോണിനെ നല്ലതുപോലെ പൊക്കി പറയും. ഇത് കേൾക്കുന്നേയും നമ്മുടെ മിന്നിൻ്റെ അമ്മ ചോദിക്കും, എന്നാലും ഈ പെണ്ണ് ഇത്ര കിടിലമായിട്ടാണോ ഫുഡ് ഉണ്ടാക്കിയത് എന്ന്. അങ്ങനെ അവരാണെങ്കിൽ അതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കും. സത്യം പറഞ്ഞാൽ ഇത് വായിൽ വെച്ച് ടേസ്റ്റ് ആകുന്നേ നമ്മുടെ മിന്നിൻ്റെ അമ്മ ഭയങ്കര ഇംപ്രസ്ഡ് ആവും, അതായത് ജിയോണിൻ്റെ കുക്കിംഗ് സ്കില്ലിൽ. ഇത് കാണുന്നേ നമ്മുടെ സുമിനെ അങ്ങോട്ട് സഹിക്കത്തില്ല. അങ്ങനെ ഇവർ കുക്കിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നേയും സുമിനാണെങ്കിൽ ചോദിക്കും, അതെ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നീ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല എന്ന്, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോൺ പറയും, നീ വിചാരിച്ചത് സത്യം തന്നെ, എനിക്ക് നല്ലതുപോലെ കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. എന്നാൽ എൻ്റെ അച്ഛനാണെങ്കിൽ നല്ലതുപോലെ കുക്ക് ചെയ്യുന്നൊരു ഡിഷ് ഉണ്ടായിരുന്നു, എനിക്കത് നന്നായിട്ട് ചെയ്യാനറിയാം, അത് തന്നെയാണ് ഞാൻ ഇന്ന് വെച്ചത് എന്ന് പറയും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജിയോൺ
ജിയോൺ ഇരുന്ന് ആലോചിക്കും, എനിക്ക് യഥാർത്ഥത്തിൽ കുക്ക് ചെയ്യാനേ അറിയത്തില്ലായിരുന്നു, എന്നാൽ ഈ മിന്നിൻ്റെ അമ്മയാണെങ്കിൽ എന്നെ ടോർച്ചർ ചെയ്തത് കാരണമാണ് ഞാനിപ്പോൾ ഇത്രയും നന്നായിട്ട് കുക്ക് ചെയ്തത് എന്ന്. അങ്ങനെ നമ്മളുടെ ജിയോണും അതേപോലെ തന്നെ സുമിനും അവിടെ നിന്ന് ഇറങ്ങുന്നതും കറക്റ്റായിട്ട് അവിടേക്ക് നമ്മുടെ മിന്നു വരും. മിന്ന് യഥാർത്ഥത്തിൽ സുമിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് എന്തുവാ, അതായത് അവൻ അവൻ്റെ അമ്മയുടെ കൂടെ കുക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണ് എന്നല്ലേ. എന്നാൽ അവൻ പറഞ്ഞതൊരു കള്ളമായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ നമ്മളുടെ ജിയോണിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. അവനങ്ങനെ നമ്മളുടെ ജിയോണിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നേക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ പോകാൻ പോകുന്നു എന്ന് കാണുന്നതും സുമിനങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അവൾ വേഗം തന്നെ നമ്മളുടെ ജിയോണിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, നീ എന്തായിരുന്നാലും എൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് എന്നും കടപ്പെട്ടവളായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടി ചെറിയൊരു പാർട്ടി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, നീ ഉറപ്പായിട്ട് അതിന് വരണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മിന്നും അതേപോലെ തന്നെ ജിയോണും കൂടി ചേർന്നിട്ട് ഷോപ്പിങ്ങിന് വരുന്നതാണ്. അവിടെ നമ്മുടെ ജിയോൺ ആണെങ്കിൽ മിന്നിൻ്റെ ക്യാഷ് നല്ല കിടിലമായിട്ട് ചിലവാക്കും. അവളാണെങ്കിൽ അവിടെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ് വാങ്ങിക്കും, കുറേ ഡ്രസ്സസ് വാങ്ങിക്കും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നത് നമ്മുടെ മിന്നിൻ്റെ കണ്ണ് തള്ളിപ്പോവും. അവൻ തന്നെ വിചാരിക്കും, എന്നാൽ ഇവളെന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അങ്ങനെ അവർ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ മിന്നിൻ്റെ കോലം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും, അതായത് അവൻ എന്തുമാത്രം പൈസ ഇപ്പോൾ ചിലവാക്കി കാണുമെന്ന്. യഥാർത്ഥത്തിൽ മുമ്പ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ നമ്മളുടെ മിന്ന് ഇവളുടെ അടുത്ത് പറയും, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു എന്ന്. എന്നാൽ നമ്മളുടെ ജിയോൺ വിചാരിക്കും, അവൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് ആവശ്യമില്ലാതെ ക്യാഷ് ചിലവാക്കണ്ട എന്ന്. അതുകൊണ്ട് തന്നെ അവൾ അന്ന് ഒന്നും വാങ്ങിച്ചിട്ടില്ല, അതിൻ്റെ എല്ലാം കുറവ് അവൾ ഇപ്പം നികത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ മിന്നാണെങ്കിൽ ജിയോൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നമ്മൾ ഫാമിലി ഡിന്നറിന് വേണ്ടിയിട്ട് ഏത് റെസ്റ്റോറൻറ്റിൽ പോകും, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ കുറവാണ്, അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയേ പറ്റത്തുള്ളൂ എന്ന്. ആ സമയത്ത് തന്നെ നമ്മുടെ ജിയോനെ ആണെങ്കിൽ യുൻവു വിളിക്കും, അവനൊരു റെസ്റ്റോറൻ്റ് അല്ലേ നടത്തുന്നത്. വേഗം തന്നെ നമ്മളുടെ മിന്നാണെങ്കിൽ നമ്മുടെ ഈ ജിയോന് ഫോൺ കൊടുക്കാതെ ആ ഫോൺ അങ്ങ് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് നമ്മളുടെ യുനുവിൻ്റെ അടുത്ത് ചോദിക്കും, നീ ജിയോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആ റെസ്റ്റോറൻറ്റുകാരനല്ലേ, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോവാം, ഞങ്ങൾക്കൊരു ഫാമിലി ഡിന്നർ പ്ലാൻ ചെയ്യണമെന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി നിൻ്റെ റെസ്റ്റോറൻറ്റിലോട്ട് വന്നോട്ടെ, നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവ് ചെയ്യുമോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നതും നമ്മളുടെ യുൻവു ആണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഓക്കെ എന്ന് പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ യുൻവുവിൻ്റെ അടുത്തായിട്ട് ജിയോണിൻ്റെ ആ ക്ലാസ്മേറ്റ്സ് ഉണ്ടല്ലോ, അതായത് അവളെ ബുള്ളി ചെയ്തിരുന്ന പെൺപിള്ളേരെ അവളുമാരും ഉണ്ട്. ഇവരെല്ലാവരോടും ഒത്തിരുന്ന് സംസാരിക്കുന്ന തന്നെ ജിയോണിനെ നല്ലതുപോലെ ബുള്ളി ചെയ്തു, അവളുടെ അടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും സോറി പറയണമെന്നാ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ യുൻവുവോട് അറിയിക്കും, അതായത് ജിയോൺ ആണെങ്കിൽ മിന്നിനെ കല്യാണം കഴിക്കാൻ പോവുക എന്ന്. അങ്ങനെ അവരെല്ലാവരും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയോൺ ആണെങ്കിൽ യുൻവുവിനെ വീണ്ടും വിളിക്കും. എന്നിട്ട് പറയും, ഇപ്പോൾ മിന്നു പറഞ്ഞ കാര്യമില്ലേ, അത് നീ കാര്യമായിട്ട് എടുക്കണ്ട, നീ അത് പ്ലാൻ ചെയ്യണമെന്ന് വേണ്ട. യഥാർത്ഥത്തിൽ നമ്മുടെ യുൻവു ഇപ്പോൾ ഭയങ്കര പ്രേമ നൈരാശ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയും, അങ്ങനെയൊന്നുമില്ല, നീ ഇപ്പോൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുമല്ലേ, അതിൻ്റെ തുടക്കത്തിലുള്ള ചിലവ് ഞാൻ തന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് അവനതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജെയിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ വേറൊരു കൺട്രിയിൽ പോയിരിക്കുമല്ലായിരുന്നു. അവനാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും നമ്മളുടെ കൊറിയയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ ആലോചിക്കുന്ന എല്ലാം നമ്മുടെ ജിയോണിനെ പറ്റിയിട്ടാണ്. അവളിപ്പോൾ എന്തെടുക്കുമായിരിക്കും, അവളുടെ എല്ലാ കാര്യം നല്ല സ്മൂത്ത് ആയിട്ടാണോ പോകുന്നത് എന്നൊക്കെ. അവനാണെങ്കിൽ കൊറിയയിൽ എത്തുന്ന വേഗം തന്നെ അവൻ്റെ അപ്പൂപ്പിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും. അയാളാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജയ വന്നിട്ട് അയാളുടെ അടുത്ത് പറയും, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ യൂറ എന്ന് പറയുന്ന പെണ്ണില്ലേ, അവളെ മീറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യവും. ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ജിയോണിനെയാണ്. അവളെന്നെ തിരിച്ച് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളുടെ കൂടെയാണ് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ജയ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. പെട്ടെന്ന് തന്നെ അവനൊരു കാര്യം ഓർമ്മ വരും, അതായത് 2023 നമ്മുടെ ജയ ആണെങ്കിൽ ആക്സിഡൻറ്റ് വന്ന് മരിച്ചു പോയില്ലേ, അതിനുശേഷം ഉറപ്പായിട്ടും അവൻ്റെ അപ്പൂപ്പൻ തന്നെയായിരിക്കും അവനെ പറ്റി ആലോചിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടേ എന്ന് അവനിങ്ങനെ കരുതും. അപ്പോൾ അവൻ വിചാരിക്കും, അതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ്റെ അടുത്ത് റൂഡായിട്ട് സംസാരിക്കണ്ടെന്ന് വെച്ചിട്ട് അവൻ വേഗം തന്നെ അവൻ്റെ അപ്പൂപ്പനെ കെട്ടി അങ്ങ് പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജയ ആണെങ്കിൽ ജിയോണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവൻ ഓൾറെഡി വരുന്ന വഴിയിലേ നമ്മുടെ ജിയോണിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റും വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അവൻ അവളെ മീറ്റ് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച് ആ ഗിഫ്റ്റ് അവനങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് നമ്മുടെ ജയ ആണെങ്കിൽ ജിയോണിൻ്റെ അടുത്ത് പിടിച്ചെടുത്ത് സംസാരിക്കും, അതായത് എനിക്കാണെങ്കിൽ പുതിയൊരു ലൈഫ് കിട്ടിയിട്ട് എങ്ങനെ അത് ജീവിക്കണം, എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ല എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജിയോൺ പറയും, ഞാനും ആദ്യമേ ടൈം ട്രാവൽ ചെയ്ത് വന്നപ്പോൾ എൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന്. എന്നാൽ നമ്മൾ ഈ ടൈമിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അത് നമ്മുടെ ഫ്യൂച്ചറിൽ വലിയ രീതിയിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവരുമെന്ന് എനിക്കിപ്പം മനസ്സിലായി. അതുകൊണ്ട് തന്നെ നീ ആണെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ വേണ്ട, നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഫ്യൂച്ചറിനെ ചേഞ്ച് ആക്കാൻ പറ്റുമെന്ന് നമ്മുടെ ജിയോൺ പറയും. ഇത് കേൾക്കുന്നേം ജയ പറയും, നീ ആണെങ്കിൽ വേഗം തന്നെ ആ മിന്നിനെ സുമിനെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കണം, എങ്കിൽ പിന്നെ നിന്റെ ലൈഫിലുള്ള നിന്റെ ആ കഷ്ടപ്പാടെല്ലാം മാറിക്കിട്ടത്തില്ലേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കും സമാധാനമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജയ്ക്ക് നല്ല ടെൻഷനുണ്ട്, 10 വർഷം കഴിഞ്ഞാൽ അവൻ മരിച്ചു പോവുക എന്ന്. അവന് തന്നെ അറിയത്തില്ല, അതിനെ അവൻ
അവൻ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ അവർ സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ മിന്നിനെയാണ്. അവരാണെങ്കിൽ ഇന്നത്തെ ദിവസമാണ് അവൻ്റെ ഫാമിലിയും അതേപോലെ തന്നെ ജിയൂണുമായിട്ട് ഒരു ഫാമിലി മീറ്റപ്പ് തന്നെ വെച്ചേക്കുന്നത്. അങ്ങനെ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പുറത്തായിട്ട് നമ്മളുടെ സുമിൻ വരും. അവളെ കാണുന്നത് നമ്മുടെ മിന്നു ഭയങ്കര ഷോക്കായിപ്പോൾ അവൻ വന്നിട്ട് പറയും, നീ എന്തിനാ ഇപ്പം ഇവിടേക്ക് വന്നത്? എൻ്റെ പേരൻസ് കണ്ടാൽ വലിയ പ്രശ്നമാവും, നീ വേഗം തന്നെ ഇവിടെ നിന്ന് പോയെന്ന്. എന്നാൽ നമ്മുടെ സുമിൻ അതൊന്നും കേൾക്കാൻ റെഡി ആവത്തില്ല. അവളാണെങ്കിൽ നമ്മളുടെ ഈ മിന്നിൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യും. എന്നിട്ട് പറയും, നീ എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മളുടെ മിന്നാണെങ്കിൽ അവളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വേഗം തന്നെ അവൻ്റെ പേരൻസുമായിട്ട് ഏത് റെസ്റ്റോറൻറ്റിലാണോ അവൻ ബുക്ക് ചെയ്തേക്കുന്നത് അവിടെയായിട്ട് വരും. അവൻ വിചാരിക്കും നമ്മളുടെ ജിയോൺ ആണെങ്കിൽ ഓൾറെഡി അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും എന്ന്. എന്നാൽ നമ്മുടെ ജിയൂൺ അവിടെ എത്തിയിട്ടില്ല. അവൻ്റെ പേരൻസിനെ കൊണ്ടുവന്നിട്ട് വേഗം തന്നെ നമ്മളുടെ ജിയൂണിനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, നീ ഇത്രയും നേരമായിട്ട് ഇവിടേക്ക് എത്താത്തത് എന്താ? നീ എവിടെ പോയി കിടക്കുവാണെന്നും പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് ദേഷിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയൂൺ അവിടേക്ക് വരും. അവളാണെങ്കിൽ പതിവില്ലാത്തതിലും ഭയങ്കര മോഡേൺ ആയിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഒരുങ്ങി വന്നേക്കുന്നത്. അവൾ വന്ന ഉടനെ തന്നെ നമ്മുടെ മിന്നിൻ്റെ അമ്മയെടുത്തും അച്ഛനടുത്തും ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. എന്നിട്ട് ചോദിക്കും, ഞാൻ ഒരുപാട് ലേറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ ജിയൂൺ ആണെങ്കിൽ അവിടെയാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് സംസാരിച്ചിട്ട് ചോദിക്കും, അയ്യോ ഞാൻ നിങ്ങളെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ആ കുക്കിംഗ് ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെട്ടതല്ലേ? അന്ന് നിങ്ങൾ പറയുകയും ചെയ്തു ഞാൻ ആരെയാണോ കല്യാണം കഴിക്കുന്നത് അവർ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന്. ഇപ്പം എന്ത് തോന്നുന്നു എന്നൊക്കെ അവൾ ഭയങ്കര ഇതായിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുമായിരുന്നു. എങ്കിലും അവരാണെങ്കിൽ ഇതെല്ലാം കടിച്ചമർത്തിയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നിന് ഇവളെ ഇഷ്ടമല്ലേ. അപ്പോൾ അവർ പറയും, എൻ്റെ മോന് നിന്നെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നമുക്കാണെങ്കിൽ ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോവാ എന്ന്. കൂടെ തന്നെ അവർ പറയും, കല്യാണം കഴിഞ്ഞാൽ നീ വേണം നമ്മളുടെ ഫാമിലി മൊത്തവും നോക്കാൻ. ഫുഡ് ഉണ്ടാക്കുന്നതായിരുന്നാലും മിന്നിൻ്റെ കാര്യമായിരുന്നാലും എല്ലാം നീ വേണം മാനേജ് ചെയ്യാൻ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ അവരെ വെറുപ്പിക്കണമെന്ന് ആലോചിച്ചിട്ട് പറയും, അതെ എനിക്ക് എല്ലാ കാര്യം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവനെ കല്യാണം കഴിച്ചാൽ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ ഇരിക്കാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിന്നും അതേപോലെ തന്നെ മിന്നിൻ്റെ അമ്മയും ഷോക്കായിപ്പോൾ. അവർ പ്ലാൻ ചെയ്യുന്ന തന്നെ നമ്മളുടെ ജിയൂണും ജോലി ചെയ്ത് ആ വീട്ടിൽ ക്യാഷ് കൊണ്ടുവരണോ എന്നല്ലേ. അപ്പോൾ അവർ പറയും, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ ഫാമിലിയിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് എന്ന്. നിൻ്റെ അച്ഛനാണെങ്കിൽ നീ ഒരൊറ്റ പെങ്കുച്ചല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അയാൾക്കൊരു ആൺകുട്ടിയും കൂടി വേണമായിരുന്നു. നിൻ്റെ അമ്മ ഒളിച്ചോടി പോയ കാര്യം എനിക്കറിയാം. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജീവനാണെങ്കിൽ വേഗം തന്നെ ചാടി എഴുന്നേറ്റിട്ട് പറയും, നിങ്ങൾ ആരാ എൻ്റെ ഫാമിലി കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്? എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനെ പറ്റി മോശം പറയാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലയെന്ന് പറഞ്ഞ് അവളൊരു കാര്യം കിട്ടുന്നേയും അതിനകത്ത് ചാടി കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് അവൾ പറയും, ഇങ്ങനെയുള്ളൊരു ഫാമിലിയിലെ ചെറുക്കനെ കല്യാണം കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഞാൻ ഈ കല്യാണം വേണ്ടാന്ന് വെക്കുവാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവും. സത്യം പറഞ്ഞ് ഇത് കാണുന്നേ നമ്മുടെ മിന്നു ഭയങ്കര ഷോക്കാകും. അവനും നമ്മളുടെ ജിയൂണിൻ്റെ പുറകെ ആയിട്ട് ഓടി വരും. എന്നിട്ട് നമ്മളുടെ മിന്നു വന്നിട്ട് ചോദിക്കും, ജിയൂൺ നീ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നീ എന്തിനാ എൻ്റെ ഫാമിലിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഇവിടേക്ക് ഇറങ്ങി വന്നത്? അപ്പോൾ നമ്മുടെ ജിയൂൺ ചോദിക്കും, നിനക്ക് എന്താ ഇത്രയും നേരമായിട്ട് മനസ്സിലായില്ലേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ നീയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുവാണ്. നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇനി യാതൊരു ബന്ധവും ഇല്ല. എനിക്ക് നിൻ്റെ ഫാമിലിയെ പോലത്തെ ഒരു മോശം ഫാമിലിയിലോട്ട് കല്യാണം കഴിച്ച് വരാനും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുകയെന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോകാനായിട്ടിരുങ്ങും. വേഗം തന്നെ നമ്മുടെ മിന്നാണെങ്കിൽ ഈ ജിയൂണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ഷോൾഡറിൽ കയറി പിടിച്ച് അവളെ മറിച്ചിടാൻ നോക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയൂണിന് ഒരു കാര്യം ഓർമ്മ വരും. അതായത് ജയ ആണെങ്കിൽ അവൾക്ക് ഓൾറെഡി പഠിപ്പിച്ചു കൊടുത്തായിരുന്നല്ലോ എങ്ങനെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ മറിച്ചിടുക എന്നുള്ളത്. വേഗം തന്നെ നമ്മുടെ ജിയൂണാണെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ മിന്നിനെ അവിടെ നിന്ന് കമത്തി അങ്ങ് അടിക്കും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാനായിട്ട് അവിടെയായിട്ട് നമ്മളുടെ മിന്നിൻ്റെ പേരൻസും അതേപോലെ തന്നെ ദൂരെയായിട്ട് നമ്മുടെ യൂൻവൂ നിന്ന് കാണുമായിരുന്നു. ഇവരെല്ലാവരും ഇത് കാണുന്നത് ഭയങ്കര ഷോക്കായിപ്പോവും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജിയൂണാണെങ്കിൽ നല്ല സന്തോഷമുണ്ട്. അവളിപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തേരും. പോരാത്തതിന് അവൾ നമ്മളുടെ മിന്നിനിട്ട് നല്ലൊരെണ്ണം കൊടുക്കുകയും ചെയ്തല്ലോ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.